ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ തായ്ലൻഡ് വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പട്ടായയിലാണ്. പട്ടായയിൽ നിന്ന് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ബാങ്കോക്കിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് പോകാനുള്ള കാർ വന്നു. ഞങ്ങളെല്ലാം റെഡിയായി കാറിൽ കയറി. അപ്പോൾ ഇനി ബാങ്കോക്കിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ ഞങ്ങൾ പട്ടായയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ബാങ്കോക്കിൽ വന്നു. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു, ക്ഷീണിച്ച് അവർക്ക് ഓരോന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അവരോട് ഇരിക്കുക. ആണോ? ചൂട് വരുന്നോ? രമ്യ ഇറങ്ങുന്നുണ്ട്. മേഘ ഇവിടെ മോളിൽ പോണെന്നാണ് പറയുന്നത്. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൽ ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ടിൽ കാണുന്നത് അവിടുത്തെ രാജാവിൻ്റെ വലിയൊരു പിക്ചറാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ പേർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അകത്തേക്ക് പോവുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബുദ്ധ ഈസ് നോട്ട് ഫോർ ഡെക്കറേഷൻ ഓർ ടാറ്റു. ബുദ്ധനെ ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടാറ്റു അടിക്കാനോ പാടില്ല. പിന്നെ ഈ ടെമ്പിളിൽ സ്ലീവ്ലെസ് ഡ്രസ്സും പിന്നെ മുട്ടിന് മുകളിലുള്ള ഡ്രസ്സും അനുവദിക്കില്ല. അതാണ് അവർ അവിടെ ഫോട്ടോ ആയി വച്ചിരിക്കുന്നത്. ഞങ്ങൾ മുകളിലോട്ട് പോകാം. നല്ല വെയിൽ, കരിഞ്ഞ വെയിൽ. ഇന്ത്യയുടെ അതേ ക്ലൈമറ്റാണ് ഇവിടെ. പട്ടായയിൽ ഇതിന് ചൂടായിരുന്നു. ഇതാണ് തായ്ലൻഡിലെ പ്രസിദ്ധമായ വാട്ട് ടാമിറ്റ് ക്ഷേത്രം, അതായത് സുവർണ ബുദ്ധക്ഷേത്രം. ബാങ്കോക്കിലെ ഒരു പ്രധാന ക്ഷേത്രമാണിത്. ഏറ്റവും വലിയ സ്വർണ്ണ ബുദ്ധ പ്രതിമയ്ക്ക് പേര് കേട്ടതാണ് ഈ ക്ഷേത്രം. അല്ല, ജമന്തിയാ. ഞാൻ വെച്ച് പ്രസാദം തരാൻ പോവാ. സൗമ്യ ചേച്ചി മാത്രം സ്ലീവ്ലെസ് ഡ്രസ്സ് ആയതുകൊണ്ട് രമ്യയുടെ സ്കാർഫ് വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കാർഫ് നമ്മൾ വാങ്ങേണ്ടി വന്നേനെ. ഇവിടുത്തെ മിക്ക ബുദ്ധക്ഷേത്രത്തിലും അവിടെ സ്ലീവ്ലെസ് ഡ്രസ്സുകളും മുട്ടിന് മുകളിലെ ഡ്രസ്സുകളും അനുവദിക്കില്ല. അത് ഇനി തായ്ലൻഡിൽ ടൂർ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെയുള്ള ഡ്രസ്സുകൾ ആ ദിവസങ്ങളിൽ മാത്രം ഒഴിവാക്കിയാൽ നന്നായിരിക്കും. ഷൂവും സോക്സും എല്ലാം നമ്മൾ ഊരി ഇവിടെ വയ്ക്കണം. എന്നിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് ബുദ്ധൻ്റെ സ്വർണ്ണ പ്രതിമ. തായ് ഭാഷയിൽ ഇത് ബുദ്ധ മഹാസ്വർണ്ണ പ്രതിമ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിനുപയോഗിച്ചിരിക്കുന്ന 18 ക്യാരറ്റ് സ്വർണ്ണമാണ്. 5.5 ടണ്ണാണ് ഈ പ്രതിമയുടെ ഭാരം. 3 മീറ്റർ ഉയരവുമുണ്ട്. പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധൻ്റെ ശില്പമാണിത്. ഒരു ഘട്ടത്തിൽ പ്രതിമയുടെ യഥാർത്ഥ മൂല്യം മറയ്ക്കാൻ പ്ലാസ്റ്റർ കൊണ്ട് മൂടിയിരുന്നു. 200 വർഷത്തോളം ഇത് ഈ അവസ്ഥയെ തുടർന്നു. അന്നൊരു ചെറിയ പഗോഡയായിരുന്നു. അതിനുശേഷം 1955 പ്രതിമ മാറ്റി സ്ഥാപിച്ചത്. കുറേ പേര് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെന്തായാലും വന്നല്ലോ, പ്രാർത്ഥിച്ചിട്ട് പോവാം. പ്രതിമയുടെ ശരീരം 40% ശുദ്ധമായ സ്വർണവും താടി മുതൽ നെറ്റി വരെയുള്ള ഭാഗം 80% ശുദ്ധമായ സ്വർണവും 45 കിലോഗ്രാം ഭാരമുള്ള മുടിയും മേൽക്കെട്ടും 99% ശുദ്ധമായ സ്വർണവുമാണ്. ഈ ടെമ്പിളിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ട്രസ്റ്റുകളുണ്ട്. ഫ്രീ എഡ്യൂക്കേഷനും ഫ്രീ ട്രീറ്റ്മെൻറ്റും എല്ലാം ഇതിൽ നിന്നും കൊടുക്കുന്നുണ്ട്. ഇത് പായ കൊണ്ടുണ്ടാക്കിയ ഒരു രൂപം കണ്ടോ, വ്യാളി. ഇവിടെ വേണമെങ്കിൽ അവിടെ സമാധാനത്തിലല്ലേ. ഞങ്ങളിപ്പോൾ ഗോൾഡൻ ബുദ്ധയെ കണ്ട് പ്രാർത്ഥിച്ചിറങ്ങി. ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് ധ്യാനിച്ചു. ഇനി എല്ലാവരും പുറത്തോട്ട് പോവാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പം അകത്ത് വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്കാർഫിന്റെ ആവശ്യമുള്ളൂ. എന്താണിത്? തലിപ്പൊളി പണിയടിച്ചോ? അപ്പോൾ ബുദ്ധന്റെ ഗോൾഡൻ ബുദ്ധയുടെ പുറത്തെ കാഴ്ചകളാണിത്. ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ബാങ്കോക്കിന്റെ ഈ സിറ്റി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അമ്പരചുംബികളാണ്. ഒരു പ്രത്യേകതരം റൂഫാണ് ഇവർക്ക്. കണ്ട ഒരു കോണിക്കൽ ഷേപ്പാണ്. നമ്മുടെ കാലം വീണ്ടും ഭയങ്കര ഒരു കോണിക്കൽ ഇവർക്ക് കൂടുതലുണ്ട്. ഈ മഞ്ഞ റൂഫ് കണ്ടില്ലേ? ഒരു ഇത് ശരിക്കും ഒരു നമ്മള് ബാങ്കോക്കിന്റെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ ഈ മഞ്ഞക്ക്. രമ്യ, നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ, ഇത് ഒരു ഭയങ്കര കൂർത്ത റൂഫ്. ശരിയാ. അത് പഴയ വീടാന്ന് തോന്നുന്നു, ആ ചുമപ്പും പച്ചയും. ഇത് പുതിയതാ, മഞ്ഞ.
അവരുടെ ഭിത്തിക്ക് വരെ മഞ്ഞ പെയിന്റാ. എല്ലാം ഒരുപോലെയൊക്കെ തന്നെ, സിമിലർ ആണ്. പക്ഷെ പുതിയതെല്ലാം ഫ്ലാറ്റാ. പുതിയ കൺസ്ട്രക്ഷൻ എല്ലാം ഫ്ലാറ്റുകളായിട്ടല്ലേ എടുത്തിരിക്കുന്നത്. വീൽ ചെയറിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അങ്ങ് ഇട്ടുന്നുള്ളൂ. രസം. ആൾക്കാർ ഇവിടെ നമ്മൾ ഷൂസ് വെക്കുന്ന സ്ഥലത്തേക്ക് ഇത്രേ ഉള്ളൂ. ബുദ്ധ, ഗോൾഡൻ ബുദ്ധയുടെ അമ്പലം കഴിഞ്ഞു. അല്ല, ഇനി മാർബിൾ ബുദ്ധയാ, വേറൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിൽ പോവാ. ഇത് വീഡിയോ, ഇതിന്റെ സംസാരം എടുക്കുക. ആണല്ല, സോറി. ഷൂസ് ഇട്ടിട്ട് വീട്ടിൽ പോവാം. ഇത് ടെമ്പിളിൻ്റെ അകത്ത് തന്നെയുള്ള ചെറിയൊരു ഷോപ്പാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുദ്ധൻ്റെ ചെറിയ ലോക്കറ്റും ബ്രേസ്ലെറ്റും ചെറിയ സ്റ്റാച്ചു എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കും. നമ്മൾ ഇറങ്ങി സ്റ്റെപ്പ് നിന്ന് ഇറങ്ങി വരികയാണ്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു അമ്പലം കാണിക്കുന്നുണ്ട്, നേരെ ഫ്രണ്ടിൽ ഒരു അമ്പലം കാണുന്നുണ്ട്. ഇതിൽ നമുക്ക് പോകേണ്ടതാണോ എന്ന് അറിയില്ല. ഇതിന്റെ ഭാഗങ്ങൾ തന്നെയാണോന്ന് അറിഞ്ഞൂടാ. പോയി നോക്കാം. കറുത്ത ബുദ്ധയാണ്. ഇത് മാർബിളാണെന്ന് അറിയില്ല കേട്ടോ. കറുത്ത കളറിലായിരിക്കണം, ധ്യാനിച്ച് തന്നെ ഇരിക്കുക. ഒരുപാട് പേര് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങള് അടുത്ത ഒരു സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മാർബിൾ ബുദ്ധയുടെ ടെമ്പിൾ. ഉണ്ടാവേ സെയിം ആണ്. ഗോൾഡൻ ബുദ്ധയും മാർബിൾ ബുദ്ധയൊക്കെ സ്ട്രക്ചർ കൊണ്ട് അമ്പലം സിമിലർ ആണ്. അകത്ത് മാർബിളിന്റെ ബുദ്ധയായിരിക്കും മാത്രമേ ഉള്ളൂ. ഇതാണ് അതിന്റെ പുറത്ത് കാഴ്ച. ഇനി അകത്ത് പോയി നോക്കാം. അല്ല, ഇത് ചേച്ചി ഇത് പ്രശ്നമല്ലോ എന്ന് നോക്കിയിട്ട് ഇവിടെ ആരും അങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നില്ലല്ലോ. വന്നു നോക്കാം. ഞങ്ങൾ മാർബിൾ ബുദ്ധനെ തൊഴുതിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഇപ്പൊ എന്തോ ഒരു ക്ലീനിങ്ങും പിന്നെ എന്തോ ഒരു പരിപാടി നടക്കാൻ പോകണം. അതിന്റെ കുറച്ച് ഡെക്കറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാരെയും ഒരു പരിധി കവിഞ്ഞ് അകത്തേക്ക് വിടുന്നില്ല. ഇപ്പൊ ഞങ്ങൾ ചെന്നപ്പോ ദൈവാധീനം കൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റി. മാർബിൾ ബുദ്ധയുടെ റൂഫ് സറൗണ്ടിങ്സ് നല്ല ഭംഗിയുണ്ട്. പിന്നെ അടുത്തത് ഇനി ഹോട്ടലിലേക്കായിരിക്കും മിക്കവാറും. ഇനിയൊന്നും നമ്മുടെ ഐറ്ററിയിലില്ല. നോക്കാം എന്താന്ന്. ഇത് മാർബിൾ ബുദ്ധയുടെ അകത്തുള്ള വേറൊരു ചെറിയൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഗോപുരങ്ങളൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ബുദ്ധന്റെ തല കണ്ടോ? ശരിക്കും ചുരുണ്ട മുടിയല്ല. ബുദ്ധൻ അന്ന് ധ്യാനത്തിൽ ഇരുന്നപ്പോൾ ചൂടെടുക്കാതെ ഒച്ചുകൾ വന്നിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടത്. ഒച്ചിരുന്ന തണുപ്പാണല്ലോ, അപ്പൊ അത് ബുദ്ധന് തണുപ്പ് കൊടുക്കാനും ശാന്തത ധ്യാനം ചെയ്യാനും സഹായിക്കുന്ന രീതിയിൽ ഓരോ കഥകളാണ്. സത്യമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ആദ്യമായിട്ട്. അതൊരു പുതിയ അറിവാണ് എനിക്ക്. പപ്പിയുടെ കാല് കൊള്ളുന്നുണ്ട്, അത് ഓടുന്നത്. അപ്പൊ ഈ ചെരുപ്പ് കാറിലിട്ടിട്ട് പോന്നു. ഞങ്ങള് ഇതെല്ലാം ചുറ്റിക്കണ്ടിട്ട് തിരിച്ചു പോവാ. നല്ല വെയിൽ. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 1:45. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിച്ചുകൊണ്ട് അധികം ഭയങ്കരമായിട്ട് വിശക്കുന്നില്ല. എന്നാൽ ദാഹിക്കുന്നുണ്ട് വല്ലാതെ. നല്ല ആകാശം, നല്ല ഭംഗിയുള്ള ആകാശം.
ഇവരൊക്കെ ഇങ്ങനെ വരുക. അത് കുറേ ചെറിയ ചെറിയ ബോൺസായികൾ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അങ്ങനെ ഗോൾഡൻ ബുദ്ധയും മാർബിൾ ബുദ്ധയും എല്ലാം കണ്ടു. ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. എക്കോട്ടൽ ബാങ്കോക്ക്. എക്കോട്ടൽ ബാങ്കോക്ക് ആണ് ഞങ്ങളുടെ ബാങ്കോക്കിലെ ഹോട്ടൽ. വരൂ മക്കളെ, നമ്മുടെ ബാങ്കോക്ക് ഹോട്ടലിലേക്ക് സ്വാഗതം. ബാക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ അടുത്ത് ഞാൻ ഉരുണ്ട് വീണാന്. തൊട്ടടുത്ത് വരെ ധാരാളം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു ഹോട്ടലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് റൂമിൽ ബാഗ് വെച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് വൈകിട്ടാണ് ഡിന്നർ ക്രൂയിസ്. ഒരു ക്രൂയിസിലെ ലക്ഷറി ക്രൂയിസിലെ ഡിന്നറാണ്. അപ്പോൾ അതൊക്കെ കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ എൻ്റെ തായ്ലൻഡ് വ്ലോഗ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യണേ. എനിക്ക് കമൻറ്റൊന്നും തീരെ കിട്ടാറില്ല. ഞാനൊരു ബഡ്ഡിങ് യൂട്യൂബറാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ ബാങ്കോക്കിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ് മൈ വീഡിയോ. ബൈ.